വയനാട് 53-കാരനെ കാണാതായ സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നീലഗിരി ചേരമ്പാടി വനത്തിനുള്ളിൽ പരിശോധന നടത്തുന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. 2 സ്നിഫർ ഡോഗുകളെ ഉപയോഗിച്ചാണ് കോഴിക്കോട് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന. തമിഴ്നാട് പോലീസും സ്ഥലത്തുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ചെയ്തു. സുർജിത്ത്, ചേരമ്പാടി വനമേഖലയ്ക്കുള്ളിൽ ഈ 55-കാരനെ തിരയാനുള്ള കാരണം എന്താണ്? ആ സംശയം വരുന്നത് എന്തുകൊണ്ടാണ്? ഹാഷ്മി, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് അല്പസമയത്തിനകം തന്നെ പുറത്തു വരും എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചേരമ്പാടിയാണ്. ചേരമ്പാടി ഊട്ടി റോഡാണ് ഈ കാണുന്നത്. ചേരമ്പാടി ടൗണിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ മാത്രം അകലെ ഉള്ള പ്രദേശമാണിത്. ഇവിടെയാണ് ഇപ്പോൾ ACP ഉമേഷിൻ്റെ നേതൃത്വത്തിൽ, മെഡിക്കൽ കോളേജ് ACP ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വനമേഖലയാണ്. ഈ വനമേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുള്ളത്. ഈ അവിടെ ചതുപ്പ് നിലമടക്കം കുഴിച്ചു നോക്കിയാണ് പരിശോധന. 2 സ്നിഫർ ഡോഗുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ 1.5 വർഷം മുമ്പ് കാണാതായ ഒരാളെ സംബന്ധിച്ചുള്ള കേസിലാണ് ഈ ഒരു വിവരം, അന്വേഷണം എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥരാരും തന്നെ ഫോൺ പോലും എടുക്കുന്നില്ല. കാരണം അത്രയും തീവ്രമായ രീതിയിലുള്ള പരിശോധനയാണ് ഈ വനത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുണ്ട്, ഈ പ്രദേശവാസികളുണ്ട്, തമിഴ്നാട് പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്, അതോടൊപ്പം ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട്. വനമേഖലയിലാണ്, അതായത് ഈ പാതയോരത്ത് ഇതിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ ഒരു മൃതദേഹം ഉള്ളത് എന്നുള്ള തരത്തിലുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിലുള്ള പരിശോധന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത്, വനത്തിനകത്ത് മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധനയുമായി പോലീസ് എത്തിയിട്ടുള്ളത്. ഇത് ആരാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ കാണാതായ ആളുകളെ സംബന്ധിച്ചുള്ള കേസുകൾ സംബന്ധിച്ചുള്ള അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ചുരുൾ അഴിഞ്ഞതെന്നുള്ളതാണ് വിവരം. ഈ 53-കാരനാണ് മരിച്ചിട്ടുള്ളതെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പോലീസ് സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇവിടെ ഈ ചതുപ്പ് നിലം കേന്ദ്രീകരിച്ച് കുഴിക്കലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. എന്തായാലും ACP, മെഡിക്കൽ കോളേജ് ACP ഉമേഷിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഘം. 2 സ്നിഫർ ഡോഗുകളുണ്ട്. വനത്തിൻ്റെ അന്തർഭാഗത്താണ് പരിശോധനയുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസും ഉൾപ്പെടെയുള്ള സകല സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഉള്ളത്. പക്ഷേ ഇതാരാണ് കാണാതായിട്ടുള്ളതെന്ന് സംബന്ധിച്ചുള്ള വിവരത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകുമെന്നുള്ളത് തന്നെയാണ് സൂചന. എന്തായാലും തെരച്ചിൽ വളരെ സജീവമായ രീതിയിൽ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഹാഷ്മി. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ചേരമ്പാടി വനമേഖലയ്ക്കകത്താണ് തെരച്ചിൽ. ആ കാടിനുള്ളിൽ ഒരു മൃതദേഹമുണ്ട് എന്നാണ് പോലീസിന് സംശയം. അത് കാണാതായ 53-കാരൻ്റെ ആണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ കാണാതായ 53-കാരൻ ആരാണ്, എവിടെയാണ്, എങ്ങനെയാണ് വിവരത്തിലേക്ക് എത്തി തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു വ്യക്തതയില്ല. ഒരു സെർച്ച് ഓപ്പറേഷൻ സ്നിഫർ ഡോഗുകളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നടക്കുന്നു എന്നതാണ് സുർജിത്ത് പറഞ്ഞത്.